മസ്റ്റ് വാച്ച് തിയേറ്ററിൽ എക്സ്പീരിയൻസ്. നല്ല പടം ക്ലാസിക് മൂവി. നല്ല ക്ലാസിക്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്ര നല്ല ഫ്രെയിംസ് ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല. കണ്ടത് പോയി, കാണാത്തത് നിജം, അങ്ങനെ പറയണം. ത്രൂ ഔട്ട് ലാലേട്ടൻ്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. തിയേറ്റർ ഇളകി പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അത്രയും കേട്ടില്ല. മോഹൻലാലിനെ കാണാൻ പറ്റി. നല്ല ലിജോ ജോസ് പറഞ്ഞ പോലെ തന്നെ മലയാളത്തിലെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരു പടം. ബാഹുബലി RR അതിന് പകരം വയ്ക്കുക മലയാളത്തിൽ നിന്ന് ഏത് സിനിമ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മലയക്കോട്ടെ വാലിബനായിരിക്കും. രാജമൗലി എന്ന ഡയറക്ടർക്ക് പകരം വയ്ക്കുക മലയാളത്തിൽ ആരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് LJP ആയിരിക്കും. അത്രയും ഗംഭീര മേക്കിംഗ് ആണ്. സൂപ്പർ ഒരു രക്ഷയില്ല. സെക്കൻഡ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ടോപ്പ് ക്വാളിറ്റിയാണ്, ടോപ്പ് നോട്ടാണ്. ക്വാളിറ്റി ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാം ടോപ്പാണ്. അതിന് ക്ലൈമാക്സ് ആണെങ്കിലും വൻ കിടുവായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പടമാണ്. ഒരു ഫോക്ക് ഇമോഷണൽ ഡ്രാമയാണ് പടം. ടു ബി ഫ്രാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലിജോയുടെ ഒരു ടച്ച് സിനിമയിൽ ഫുൾ എൻഡ് ആയിട്ടുണ്ട്. അതായത് ഓരോ ഫ്രെയിംസും വളരെ മനോഹരമായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളി എടുത്തിട്ടുള്ള മലയാള സിനിമയിൽ ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി കണ്ടല്ലോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസാണ് ഓരോ ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഫോക്ക് ഇമോഷണൽ ഡ്രാമ എന്ന് തന്നെ പറയാം. വളരെ നല്ലൊരു മൂവിയാണ്. ലാലേട്ടനും അഭിനയത്തിൽ ഒട്ടും കുറവില്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ പഴയ ആ ലാലേട്ടനെ കാണാൻ പറ്റും. ഓരോ മൂമെൻറ്റ്സിലും ആ ഒരു സാധനം വരുന്നുണ്ട്. എന്നിരുന്നാലും ഫാൻസിന് പറ്റിയൊരു സാധനമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ദിസ് ഇസ് എ ക്വാളിറ്റി ഫിലിം, ക്വാളിറ്റി മൂവി. എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. നല്ല പടമായിരുന്നു, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അടിപൊളി പടം, നല്ല പടം. കണ്ടതെല്ലാം പോയി, ഇനി കാണാൻ പോകരുത് നിജം. പൊളിയാണ് വിഷയം. നല്ല പടം, കൊള്ളാം, അടിപൊളി. ഇത് പറയാനുള്ള ലാലേട്ടൻ തന്നെയാണ്. പിന്നെ LJP ഫ്രെയിംസ് എല്ലാം ഒരു രക്ഷയില്ല, അടിപൊളി ഫ്രെയിംസ് ആണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്ര നല്ല ഫ്രെയിംസ് ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല. അതെ, കണ്ടത് പോയി, കാണാത്തത് നിജം, അങ്ങനെ പറയണം. നല്ല പടം, കുഴപ്പമില്ല, നല്ല പടം, എല്ലാവരും കൊള്ളാം. ഫ്രെയിമെല്ലാം നല്ല ലിജോ LJPയുടെ മേക്കിങ്ങും അതൊക്കെ ഫൈൻ പോണ കാര്യത്തില്ല. ചെറിയ സ്ക്രീനിലാണ് ഞാൻ കണ്ടത്. വലിയ സ്ക്രീനിൽ ചിലപ്പോൾ കുറച്ച് രസം കാണും. പടം കൊള്ളായിരുന്നു, നൈസാണ്. ചിനക്സും കാര്യമെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. വിഷ്വൽസും എല്ലാം അടിപൊളി, ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം അടിപൊളി, കൊള്ളായിരുന്നു. അടിപൊളി കേട്ടോ, കൊള്ളാം. ഒരു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മൂവി തന്നെയാണ്. കറക്റ്റ് ഒരു LJP മൂവി. സൂപ്പർ, നല്ല സിനിമ, നല്ല പടം, അടിപൊളി പടം. കൊള്ളാം, ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നമ്മൾ ഇതുവരെ കാണാത്തൊരു സെറ്റപ്പിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലിജോസ് പല്ലിശ്ശേരിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ചെയ്തൊരു പടമാണ്. ലാലേട്ടനായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയാവുന്നുണ്ട്. സെക്കൻഡ് പാർട്ടുണ്ട് പടത്തിന്, അടിപൊളി പടമാണ്. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. കൊള്ളാം, ഗംഭീര പടം, ക്ലാസ് പടം. ഫൈറ്റൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പടം തുടങ്ങുമ്പോൾ ഇങ്ങനെ കയറി വരുന്നതാണ്. അത് ചെറിയ രീതിയിൽ പിന്നെ അങ്ങനെ ഒരു പിന്നെ ഫൈറ്റാണ് അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ആയിട്ട് പറയാം. ഫൈറ്റും സിനിമാറ്റോഗ്രാഫിയും കൂടുതലൊരു ക്ലാസ് ആയിട്ടാണ് ഫീൽ ആയത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടിപ്പിക്കൽ LJP പടം, നോ പ്ലാൻസ് ടു ചേഞ്ച് എന്ന് പുള്ളി പറയുമല്ലോ, അതുപോലെ തന്നെയാണ്. ഒരു ആക്ഷൻ പടം, ഒരു ആക്ഷൻ ഫിലിം എങ്ങനെ ഒരു ആർട്ട് ഫിലിമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് എങ്ങനെ നരേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. അവർ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെയാണ്. എങ്ങനെ ഒരു ആക്ഷൻ സിനിമ എങ്ങനെ ഒരു അവാർഡ് ഫിലിമായിട്ട് എടുക്കാം, അതുപോലെ ഫൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. മൊത്തം 4 ഫൈറ്റ് സീൻസ് ഉണ്ടായിരുന്നു. 4 അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കൊറിയോഗ്രാഫൊക്കെ ചെയ്ത് കൊള്ളാം. പക്ക LJPയുടെ മേക്കിംഗ് ആണ്. പുള്ളി നമ്മൾ ലാലേട്ടനും LJPയും കൂടെ ഒന്നിക്കുന്നു. പിന്നെ ഇതിൻ്റെ ടീസറും ഗ്ലിംസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു പക്ക മാസ്, ഔട്ട് ആൻഡ് ഔട്ട് മാസാണ് പ്രതീക്ഷിച്ചത്. റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, ലാലേട്ടൻ ഫ്രെയിംസ് കാര്യങ്ങൾ അതൊക്കെ ഒരു LJP പടം, LJPയുടെ രീതിയിൽ ഇങ്ങനെയാണ് മാസ് പടം എടുക്കുന്നത്. ഒരു അവാർഡ് പടം ഗംഭീര പടമാണ്. ഇതൊരു LJP പടം മാത്രമാണ്. ബാഹുബലി RR അതിന് പകരം വയ്ക്കുക മലയാളത്തിൽ നിന്ന് ഏത് സിനിമ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മലയക്കോട്ടെ വാലിബനായിരിക്കും. രാജമൗലി എന്ന ഡയറക്ടർക്ക് പകരം വയ്ക്കുക മലയാളത്തിൽ ആരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് LJP ആയിരിക്കും. അത്രയും ഗംഭീര മേക്കിംഗ് ആണ്. ക്ലാസ് പടമാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ്. നല്ല പടമാണ്. LJPയുടെ ഷോർട്സ് ഒക്കെ വെറും സീനായിരുന്നു. പിന്നെ പാട്ട് ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല, അതെല്ലാം കിടുവായിരുന്നു. അടിപൊളിയായിരുന്നു പടം. തിയേറ്റർ തന്നെ കണ്ട പടമാണ്. OTTയിലൊന്നും കണ്ടിട്ട് കാര്യമില്ല. ആ ഒരു പാട്ടും ആ ഒരു എക്സ്പീരിയൻസ് ടോട്ടൽ അടിപൊളിയാണ്. ലാലേട്ടനൊക്കെ ടോപ്പ്, ഒടുക്കത്തെ ആക്ടിങ്. തിയേറ്റർ ഇളകി പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അത്രയും കിടിലായിരുന്നു. ഫുൾ പാട്ടൊക്കെ LJPയുടെ മൂവിൽ നമ്മളങ്ങനെ പാട്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ പാട്ട് 4 5 പാട്ട് എന്തുകൊണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എല്ലാം അടിപൊളിയാണ്. ക്രാഫ്റ്റ് വൈസ് വിഷ്വൽ ട്രീറ്റ് ആണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഒരു എന്താ പറയുക, ക്രാഫ്റ്റ് ആ ഒരു സാധനം. ഫൈറ്റ് അത് ഞാൻ പറഞ്ഞ സ്പോയിലായി പോകും. പക്ഷേ ഫൈറ്റാണ് നമ്മുടെ മെയിൻ.
സിനിമയുടെ തീം തന്നെ ഫൈറ്റാണ്. അപ്പോൾ ഫൈറ്റ് ഇല്ലാതൊക്കെ പറയുന്നത് വെറുതെ. കുറേ ഇന്നലെയൊക്കെ കുറേ റിവ്യൂ ഉണ്ടായിരുന്നു ഫൈറ്റ് ഒന്നും ഇല്ലാന്ന്. പക്ഷേ സിനിമയുടെ മെയിൻ തന്നെ ഫൈറ്റാണ്. ഒരുപാട് ഫൈറ്റ് ഉണ്ട്, ഇഷ്ടം പോലെ ഫൈറ്റ് ഉണ്ട്. എല്ലാം ലാലേട്ടനും എല്ലാവരും അടിപൊളിയായിരുന്നു. ഷോർട്സ് ഒക്കെ വെറും ഭയങ്കര ക്രാഫ്റ്റ്മാൻ ഷോർട്സ് ഒക്കെ ആയിരുന്നു. പിന്നെ കുറെ റെഫറൻസ് ഒക്കെ പോലെയൊക്കെ തോന്നി. ഭയങ്കര എന്താ പറയുക, ഒരു ഹോളിവുഡ് ലെവൽ പടങ്ങളൊക്കെ പോലെ തോന്നി. ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു പരിപാടിയായിരുന്നു. കൊള്ളായിരുന്നു. ലൊക്കേഷൻസ് നമ്മൾ നേരത്തെ ഇന്റർവ്യൂസ് എന്നൊക്കെ കേട്ടാണ്, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ലൊക്കേഷൻ ഒക്കെയാണ്. അപ്പം നല്ലായിരുന്നു, ഒരു വിഷ്വൽ ട്രീറ്റ് പോലെയായിരുന്നു പടം. ക്രാഫ്റ്റ് വൈസ് ആണെങ്കിലും തീം വൈസ് ആണെങ്കിലും ഭയങ്കര രസമുണ്ട്. ഒരു കൺഫ്യൂസിങ് ഒന്നുമില്ല. നമുക്കൊരു സാധാ ഒരു LGP മൂവിയുടേതായിട്ടുള്ളൊരു ഫൈറ്റ് സീൻ ആണെങ്കിലും എല്ലാം നല്ലതായിട്ട് പോയിട്ടുണ്ട്. ഒരു മോഹൻലാലിനെ കാണാനാണെങ്കിലും നമുക്ക് തിയേറ്ററിൽ നല്ല രസമുണ്ട്. ആ ക്രാഫ്റ്റ് തീമിൽ നമുക്കൊരു കളർ മിക്സ് ചെയ്ത് ഭയങ്കര രസമുണ്ട് കാണാൻ. മൊത്തത്തിൽ നമുക്കൊരു കണ്ടിരിക്കാൻ ഒരു നല്ല എൻ്റർടൈനറാണ്. പിന്നെ ഒരു LGP മിക്സ് ക്ലാസ്സും കൂടെ ആകുമ്പോൾ ഭയങ്കര പ്യുവർലി മാസ് അല്ല, അതിലൊരു കഥയുണ്ട്. മോഹൻലാൽ പറഞ്ഞ പോലെ ഒരു എല്ലാം ഉണ്ട്. പ്രണയമുണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. തിയേറ്ററിൽ നമുക്കൊരു മൊബൈലിലോ അല്ലെങ്കിൽ TV-യിലോ കണ്ടാൽ ആ ഒരു ഇതില്ല. ആ കളർ ഗ്രേഡിങ് ആണെങ്കിലും മോഹൻലാലിൻ്റെ ആ ഫൈറ്റ് സീൻ ആണെങ്കിലും മാസ് സീൻ ആണെങ്കിലും ആ മാസ് സീനെല്ലാം നമുക്ക് തിയേറ്റർ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് തന്നെയാണ്. ലൊക്കേഷൻ നമുക്ക് നമ്മൾ അതിനകത്താണെന്ന് തോന്നും. അതാണൊരു, അതായത് നമുക്ക് ആ ഒരു നമ്മൾ ആ ഒരു കൂട്ടത്തിലുള്ള ഒരാളായിട്ട് നമുക്കത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വളരെ അധികം LGP സാധിച്ചിട്ടുണ്ട്. ക്ലാസ് ആൻഡ് മാസ് ആണ്. മാസ് സീൻസ് എല്ലാം വളരെ നല്ലതാണ്. ക്ലാസ് സീൻസ് ആണെങ്കിലും അതേപോലെ തന്നെ ഈക്വലി നല്ലതാണ്. മോഹൻലാലിനെ കാണാൻ പറ്റി, മോഹൻലാലിനെ കാണാൻ പറ്റി. അതാണ് നമ്മുടെ ലിജോ ജോസ് പറഞ്ഞ പോലെ തന്നെ മലയാളത്തിലെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരു പടം. നല്ല പടമായിരുന്നു. എല്ലാവരും വന്ന് കാണുക. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൈസ വരുന്ന പടമാണ്. എല്ലാവരും കാണുക. അതാ പറയാം, ഒരു തിരിച്ചുവരാന്നല്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ പുള്ളി. നല്ല പടം തന്നെ, നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലതാണ്. എല്ലാവരുടെ ആക്ടിങ്ങും നല്ല. LGP എന്താണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ലാലേട്ടൻ്റെ ആക്ടിങ് മരണമാസമാണ്. ഒരു അവാർഡ് ലെവലിൽ പോകാനുള്ള അധികം ചാൻസ് ഉള്ള മൂവിയാണ്. സിനിമാറ്റോഗ്രഫി വളരെ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ല, ഭയങ്കര വണ്ടർഫുൾ. അതായത് ക്യാമറ വർക്ക്, സിനിമാറ്റോഗ്രഫി, ആർട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് എല്ലാം അന്യ ലെവലാണ്. ഇതൊരു പുതിയ സ്റ്റാർട്ടാണ് മലയാളം മൂവി ഇൻഡസ്ട്രി. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ടൈപ്പല്ല, ഒരു വേറൊരു വിഷനിൽ സാധനം വന്നിട്ടുണ്ട് LGPയുടെ. നല്ലൊരു മൂവിയാണ്. ത്രൂ ഔട്ട് ലാലേട്ടൻ്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാച്ച് കിട്ടില്ല. കാരണം അത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ് മൂവി. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. ആ വർക്ക് അത് ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു സ്റ്റാർട്ടാണ് ഇത് കണ്ട് പഠിക്കാനുള്ള ഒരു വലിയൊരു തീം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ക LGP മൂവി വന്ന് എല്ലാവരും കാണണം. നമ്മൾ അതിൻ്റെ വർക്കിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യണം. കാരണം ഒരു മൂവി ലവറിന് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു ഫേസാണുള്ളത്. നമ്മൾ അല്ലാതെ എല്ലാ മൂവിയും കമ്പയർ ചെയ്യുന്ന പോലെ ഒരു സർജനെ പോലെ അതിനെ കുത്തിമുറിച്ച് നോക്കിയിട്ട് കാര്യമില്ല. നല്ല മൂവിയാണ്, എന്തായാലും വന്ന് തിയേറ്ററിൽ കാണേണ്ടതാണ്. ലൊക്കേഷൻസൊക്കെ ഭയങ്കര മനോഹരമാണ്. വിഷ്വൽ ട്രീറ്റാണ്. വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്തിരിക്കുന്നത് അസാധ്യമായിട്ടുള്ള സിനിമ. മധുവിൻ്റെ ഭയങ്കരമായ വർക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ട്, അതുപോലെ തന്നെ LGPയുടെ ടച്ച് എല്ലാം. ലാലേട്ടൻ്റെ ആക്ടിങ് ഭയങ്കരമായിട്ട് എന്താണ് ലാലേട്ടൻ എക്സ്പെക്ട് ചെയ്തത് അത് LGPക്ക് വേണ്ടി ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പക്ക LGP മൂവിയാണ്. ദിസ് ഇസ് എ ഡ്രാമ പ്ലസ് ഫാൻറ്റസി മൂവി. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. നല്ലൊരു മൂവിയാണ്. മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണാം. അല്ലെങ്കിൽ കാര്യമില്ല, TV-യിലൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല. കാരണം അതിൻ്റെ വ്യൂ അത് എൻജോയ്, ഒരു ഫിലിം ലവറിൻ്റെ രീതിയിൽ അത് എൻജോയ് ചെയ്യണമെങ്കിൽ അത് നേരിട്ട് വന്ന് തിയേറ്ററിൽ കാണണം. എന്തായാലും തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. പിന്നെ LGPയുടെ ഫ്രെയിംസ് തന്നെയാണ്, LGP പറഞ്ഞ ആ ലെവലിൽ തന്നെയാണ് മൊത്തം ചെയ്തത്. പിന്നെ മധുവിൻ്റെ നല്ല കയ്യിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ എഡിറ്റിംഗ് സൈഡ് എനിക്ക് പുള്ളി ആരെന്ന് അറിയില്ല, എഡിറ്റിംഗ് ആൻഡ് ഡിസൈൻ സൈഡിൽ വന്നിട്ടുള്ള, അതുപോലെ കുറച്ച് AI-ൻ്റെ ഇതൊക്കെ അതിലത് യൂസ് ചെയ്തിട്ടുണ്ട് നല്ലോണം. അപ്പോൾ അതൊക്കെ ഒരു സ്റ്റാർട്ട് എന്ന രീതിയിൽ മലയാളം മൂവിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു ഇൻസ്പിറേഷനാണ്. കാരണം അടുത്ത മൂവികളിൽ ആ ഒരു സ്ക്രീൻ നല്ല രീതിയിൽ ബ്യൂട്ടിഫൈ ചെയ്ത് എൻഗേജ് ചെയ്ത് നിർത്താമെന്നുള്ളത്. അപ്പോൾ ആ ലെവലിൽ ഇതൊരു ഡിഫറെൻറ്റ് ഫേസാണ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള മലയാളം മൂവികളെ അല്ല. ദിസ് ഇസ് സ്റ്റാൻഡ്സ് ഔട്ട് ആസ് എ ഡിഫറെൻറ്റ് വൺ. അപ്പം എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണണം, അല്ലാതെ TV-യിൽ കാണുമ്പോൾ ഇത് എൻജോയ് ചെയ്യണമെങ്കിൽ ആ സ്ക്രീനിൽ കാണണം. അതുകൊണ്ട് മിസ് ചെയ്യരുത്. ആ ഫിലിമിൻ്റെ ബ്യൂട്ടിക്ക് വേണ്ടിയെങ്കിലും വന്ന് കാണണം. പക്ക LGP മൂവി മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. യെസ്.